നമ്മൾ കാനഡയിൽ വീടിന്റെ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ആളുകളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഡൗട്ടാണ് നമ്മൾ ഫിക്സഡ് മോർഗേജ് റേറ്റിൽ പോകണോ അതോ വേരിയബിൾ മോർഗേജ് റേറ്റ് എടുക്കണോ എന്നുള്ളത്. എന്താണ് നമ്മൾ ഫിക്സഡ് റേറ്റിൽ മുമ്പോട്ട് പോകുന്നതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫിക്സഡ് ടൈമിൽ ഇപ്പോൾ ഒരു 3 ഇയേഴ്സിനാണെങ്കിൽ നമുക്ക് മാസം കൃത്യമായിട്ട് എത്ര മോർഗേജ് പേയ്മെന്റ് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പം നമ്മൾ റേറ്റ്സ് ഇപ്പം കുറച്ച് മേളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ടെൻഷൻ അടിക്കണം, നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. അതാണ് ഒരു ഫിക്സഡ് റേറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വേരിയബിൾ റേറ്റിൽ സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ ഒരു മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ആകുന്നതനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ പേയ്മെന്റിൽ ഫ്ലക്ച്വേഷൻസ് വരാം. നമുക്ക് അത്രയൊരു റിസ്ക് ടോളറൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ വേരിയബിളിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതെല്ലാം മാർക്കറ്റ് കണ്ടീഷനെ ബേസ്ഡ് ആണ്. അപ്പം ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് വരാൻ സാധ്യതയെങ്കിൽ നമുക്ക് വേരിയബിളുമായിട്ട് മുമ്പോട്ട് പോയാലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഒരു ഫ്ലക്ച്വേഷൻ നമ്മുടെ പേയ്മെന്റിൽ വരാൻ വേരിയബിളിൽ കൂടുതൽ സാധ്യതയുണ്ട്. ഇപ്പം ഈ റേറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരുടെ മനസ്സിൽ ഒരു ഡൗട്ട് ഉണ്ടാകുന്ന കാര്യമാണ്, ഫിക്സഡ് റേറ്റ് എടുക്കണോ വേരിയബിൾ റേറ്റ് എടുക്കണോ എന്ന്. ഇതൊക്കെ നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇപ്പം നമുക്ക് വേരിയബിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് കുറച്ച് താഴേക്കാണ് പോകുന്നെങ്കിൽ, റേറ്റ് താഴേക്കാണ് പോകുന്നെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കുറഞ്ഞു വരാം. അതേസമയം നമ്മുടെ ഫിക്സഡ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പ്ലാനിങ് നടത്താൻ പറ്റും. നമുക്ക് കൃത്യമായിട്ട് ഇത്ര ഒരു ടൈമിലേക്ക് 2 or 3 ഇയേഴ്സ് ആ ഫിക്സഡ് ടൈമിലേക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എത്രയാണ് നമ്മുടെ മോർഗേജ് പേയ്മെന്റ് വരുന്നതെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനെ കൊണ്ട് ഫോളോ ചെയ്തോളൂ. ഹാവ് എ വണ്ടർഫുൾ ഡേ.